my channel Fin Maths Classes. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസിലെ എക്സസൈസ് 3.4 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കണും ഇനേബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനോടൊപ്പം തന്നെ കമൻറ്റിലുണ്ടായിരുന്ന 2 ഡൗട്ട്സും കൂടി നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതും കൂടി കാണണം. കാരണം ഇത് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്, ആ 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിവിഷൻ ടെസ്റ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ 2 ക്വസ്റ്റ്യൻസും കൂടി കാണുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫാൾസ് all rectangles are squares. ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാവോ? നമ്മൾ പറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫുൾ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ പറ്റിച്ചിട്ട് നമ്മുടെ മാർക്സ് അടിച്ചു പോകുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണേ. കാരണം എങ്ങനെയൊക്കെ ആയാലും നമ്മൾ ടെൻഷനിൽ പെട്ടെന്ന് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് അങ്ങ് തെറ്റിപ്പോവും. അങ്ങനെയുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓൾ റെക്ടാംഗിൾസ് ആർ സ്ക്വയേഴ്സ് അല്ലെ? എല്ലാ റെക്ടാംഗിൾസും സ്ക്വയേഴ്സ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആണോ? ഒരിക്കലും അല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? അപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഓൾ റെക്ടാംഗിൾസ് ആർ സ്ക്വയേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ റെക്ടാംഗിളിന്റെ പ്രത്യേകത എന്താ? ഞാൻ അതാ ഇവിടെ വരയ്ക്കാം. റെക്ടാംഗിളിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇതാണ് നമ്മുടെ റെക്ടാംഗിളിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമ്മുടെ സ്ക്വയറിന്റെ പ്രോപ്പർട്ടി എന്താ? ഇതാണ് നമ്മുടെ സ്ക്വയർ. ഈ സ്ക്വയറിന്റെ പ്രോപ്പർട്ടി എന്താ? അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ? പക്ഷെ നമ്മുടെ റെക്ടാംഗിൾസ് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമാണ് ഈക്വൽ ആയിട്ടുള്ളത് അല്ലേ? ഈ സൈഡും ഈക്വൽ ആണ്. അതേപോലെ ഈ സൈഡും ഈക്വൽ ആണ്. പക്ഷെ സ്ക്വയറിന് അങ്ങനെയല്ല. എല്ലാ സൈഡ്സിന്റെയും വാല്യൂ എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. അതായത് ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ഇങ്ങനെയല്ലേ വരുന്നത്. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2, ഇത് 2 ഈക്വൽ. അതേപോലെ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1, ഈ 2 സൈഡ്സും ആയിരിക്കും ഈക്വൽ. അപ്പൊ നമുക്ക് പറയാൻ പറ്റൂ എല്ലാ റെക്ടാംഗിൾസും സ്ക്വയർ ആണെന്ന്? ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തിട്ടത്? ഫോൾസ് ആണ് ഇട്ടത്. പക്ഷേ നമുക്ക് പറയാം എല്ലാ സ്ക്വയേഴ്സും റെക്ടാംഗിൾസ് ആണെന്ന്. അതെങ്ങനെയാണെന്ന് ഞാൻ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓൾ റോംബസസ് ആർ പാരലോഗ്രാംസ്. എല്ലാ റോംബസും പാരലോഗ്രാംസ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ റോംബസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇനി പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റോംബസ്, ഇതാണ് നമ്മുടെ പാരലോഗ്രാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം റോംബസിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രൂ ആണെന്ന് പറയാം അല്ലേ? അപ്പൊ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ അല്ലേ? ഈ സൈഡും പാരലൽ ആണ്. ഈ സൈഡും പാരലൽ ആണ്. നമ്മുടെ റോംബസിലോട്ട് ഒന്ന് നോക്കിക്കേ. ഈ സൈഡും പാരലൽ ആണ്. അതേപോലെ ഈ സൈഡും എന്താണ്? പാരലൽ ആണ്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ വന്നു അല്ലേ? പാരലൽ ആണെന്നുള്ള പ്രോപ്പർട്ടി. പിന്നെ അടുത്തത് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഇൻ മെഷർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി ആണ്. ഇവിടെ കിടക്കുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ രണ്ടാമത് പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഇൻ മെഷർ അല്ലേ? ആ സെയിം ഇത് തന്നെ റോംബസിലും വരുന്നത്. ഇതാ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഇൻ മെഷർ. അതേപോലെ തന്നെ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ പാരലോഗ്രാമിന്റെ അടുത്ത പ്രോപ്പർട്ടിയും നമ്മുടെ റോംബസിൽ വന്നു. പിന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. പാരലോഗ്രാമിലും അങ്ങനെ തന്നെയാണ്. ഡയഗണൽസ് ബൈസെക്ട്
ഈച്ച് അതർ. കണ്ടോ? അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ഒക്കെ വന്നു അല്ലേ? അപ്പൊ നമുക്ക് എന്തെന്ന് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഞാൻ ഓരോന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോണേ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസേ അവർ ഇടുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണേ എല്ലാവരും. അപ്പൊ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഓൾ സ്ക്വയേഴ്സ് ആർ റോംബസസ് ആൻഡ് ഓൾസോ റെക്ടാംഗിൾസ്. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങളടുത്ത് പറഞ്ഞു എല്ലാ സ്ക്വയേഴ്സും റെക്ടാംഗിൾസ് ആണ് എന്ന് ഞാൻ ഒരു പോയിന്റ് നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ അത് എങ്ങനെയാ വരുന്നതെന്നുള്ളത് ഈ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മളടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ സ്ക്വയേഴ്സ് ആർ റോംബസസ്. റോംബസിന്റെ പ്രത്യേകത എന്താ? കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞു തന്നത് അതിന്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ റോംബസിന്റെ. അപ്പൊ ഇതാണ് നമ്മുടെ റോംബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റോംബസ് എന്ന് പറയുന്നത്. ഈ റോംബസിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? നമ്മുടെ സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? നോക്കിക്കോളൂ. നമ്മുടെ സ്ക്വയറിന്റെയും പ്രത്യേകത എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? അപ്പൊ അവിടെ ഓക്കെ ആയി അല്ലേ? അപ്പൊ നമുക്ക് പറഞ്ഞൂടെ എല്ലാ സ്ക്വയേഴ്സും റോംബസ് ആണെന്ന്? വേണമെങ്കിൽ നമുക്ക് വേറെയും നോക്കാം. എന്താണ് ഇതിന്റെ എന്താണ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അല്ലേ? സ്ക്വയറിലും അങ്ങനെ തന്നെയാണ്, നമ്മുടെ റോംബസിലും അങ്ങനെ തന്നെയാണ് അല്ലേ? ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. പിന്നെയുണ്ടല്ലോ ഇവിടെ എന്താണ് ഓപ്പോസിറ്റ്, ഇതിന്റെ എല്ലാ ആംഗിൾസും എന്താണ് ഈക്വൽ ആണ് അല്ലെ? സ്ക്വയറിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. റോംബസിൽ എങ്ങനെയാ വരുന്നത്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, അതായത് ഇതും ഇതും ഈക്വൽ ആയിരിക്കും. ഞാൻ ഒന്ന് വലുതായിട്ട് വരച്ച് കാണിക്കാവേ. ഇതാണ് നമ്മുടെ റോംബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാ നോക്കിക്കേ, ഈ സൈഡിലെയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതേപോലെ ഈ ആംഗിളും ഈക്വൽ. ഇവിടെ എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ നോക്കിക്കോ, ഇവിടെ എല്ലാ ആംഗിൾസും ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഒരു കാര്യം ചെയ്യാം, മെഷർമെന്റ് ഇട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇവിടെ 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി ദെൻ 90 ഡിഗ്രി. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇവിടെ എന്താ ഞാൻ പറഞ്ഞു തന്നത്? റോംബസില് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു തന്നെ അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇതാ നോക്കിക്കേ, ഇതേ സെയിം സംഗതി തന്നെയല്ലേ സ്ക്വയറിലും വരുന്നത്? ഈ ആംഗിളും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതേപോലെ ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ എന്താ വന്നത്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ ഈ റോംബസിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ എവിടെ വരുന്നുണ്ട്? നമ്മുടെ സ്ക്വയറിനകത്ത് വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് പറഞ്ഞൂടെ എല്ലാ സ്ക്വയറും റോംബസ് ആണെന്ന്. ഇനി നമുക്ക് എന്തായിട്ട് കമ്പയർ ചെയ്യാം? അടുത്ത നമുക്ക് റെക്ടാംഗിൾ നോക്കാം. അപ്പൊ റോംബസിന്റെ പ്രോപ്പർട്ടി ഇതിലോട്ട് വന്നതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കറക്റ്റ് ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി റെക്ടാംഗിൾസിന്റെ കാര്യം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ക്ലിയർ? അപ്പൊ ഞാനിവിടെ റെക്ടാംഗിൾ വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ റെക്ടാംഗിൾ എന്ന് പറയുന്നത്. നമ്മുടെ റെക്ടാംഗിളിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? അതാണ് നമ്മുടെ റെക്ടാംഗിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഇതും ഈക്വൽ ആണ്, ഈ സൈഡും എന്താണ് ഈക്വൽ ആണ് അല്ലേ? അപ്പൊ എങ്ങനെയാ നമ്മള് ഇവിടെ ഈ പ്രോപ്പർട്ടി തന്നെയല്ലേ ഇവിടെ സ്ക്വയറിലും വരുന്നത്? അതായത് എല്ലാ സൈഡ്സും എന്താണ് നമ്മുടെ സ്ക്വയറിന്റെ ഈക്വൽ ആണ്. അതായത് ഈ സൈഡ് എല്ലാം ഈക്വൽ ആണ് അല്ലെ? അതിനർത്ഥം എന്താണ്? ഈ സൈഡും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അതേപോലെ ഈ സൈഡും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ റെക്ടാംഗിളിന്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഓക്കെ ആണ് സ്ക്വയറില്. അടുത്തത് ഇവിടെ എന്താണ്? ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഇവിടെയും ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിയും ഇവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ആംഗിൾസ് എങ്ങനെയാണ്? 90 ഡിഗ്രി, ഇവിടെയും 90 ഡിഗ്രി, ഇവിടെയും 90 ഡിഗ്രി, ഇവിടെയും എന്താണ് 90 ഡിഗ്രി. കണ്ടോ? ഓൾ ആംഗിൾസ് ആർ ഈക്വൽ ഇൻ മെഷർ അല്ലേ? ആ സെയിം സംഭവം തന്നെയല്ലേ നമ്മുടെ സ്ക്വയറിലും വരുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ റെക്ടാംഗിളിന്റെ പ്രോപ്പർട്ടിയും സ്ക്വയറിലുണ്ട്, റോംബസിന്റെ പ്രോപ്പർട്ടിയും സ്ക്വയറിലുണ്ട്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? എല്ലാ സ്ക്വയേഴ്സും റോംബസുമാണ്, റെക്ടാംഗിളുമാണ്.
അപ്പൊ എന്താണ് അവിടെ വരുന്നത്? ട്രൂ. ക്ലിയർ? പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു എല്ലാ റെക്ടാംഗിൾസും ഒരിക്കലും സ്ക്വയർ അല്ല എന്നുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഓൾ സ്ക്വയേഴ്സ് ആർ നോട്ട് പാരലോഗ്രാംസ്. എല്ലാ സ്ക്വയേഴ്സും പാരലോഗ്രാംസ് അല്ല എന്ന്. കറക്റ്റ് ആണോ? തെറ്റാണ്. എല്ലാ സ്ക്വയേഴ്സും പാരലോഗ്രാം ആണ്. അല്ലേ? എങ്ങനെയാ സ്ക്വയേഴ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ പാരലോഗ്രാം അല്ല എന്നാ? അതെങ്ങനെയാ ശരിയാവുന്നേ? ഞാൻ പറഞ്ഞുതരാം. ഇതാ നോക്കിക്കോ. ഇത് എന്തായാലും തെറ്റ് തന്നെയാണ് അല്ലേ? നമുക്കറിയാം. എന്തറിയാം? പാരലോഗ്രാം. ഇതാണ് നമ്മുടെ പാരലോഗ്രാം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സ്ക്വയർ, ഇത് നമ്മുടെ പാരലോഗ്രാം. ക്ലിയർ? ഇതാ നോക്കിക്കേ, ഞാൻ പറഞ്ഞുതരാം. പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ മെഷർ. നമ്മുടെ സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡും ഈക്വൽ. അതേപോലെ അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നാണ്. ഇവിടെയും എന്താണ്? ഈ സൈഡും ഈക്വൽ. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ മെഷർ. അപ്പൊ എല്ലാ സൈഡും ഓക്കെ, ക്ലിയർ ആണ്. പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി ഇങ്ങോട്ട് വന്ന് കയറി. പാരലോഗ്രാമിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ സൈഡും ഈക്വൽ ആണ്, ഈ സൈഡും ഈക്വൽ ആണ്. ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ക്വയറിൽ എന്ന് പറയുന്നത് എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. എല്ലാ സൈഡ്സും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ചെയ്തുതരാം. ഓക്കെ, ഫുൾ സൈഡും 3 സെന്റിമീറ്റർ തന്നെയാണ് എന്ന് പറഞ്ഞാലും അതിനർത്ഥം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നല്ലേ? ഞാൻ നോക്കി, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3. അതേപോലെ ഇത് രണ്ടും ഈക്വൽ ആണെന്നല്ലേ? ഞാൻ നോക്കി, ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ. അപ്പൊ പാരലോഗ്രാമിന്റെ സെയിം പ്രോപ്പർട്ടി ഇവിടെ വരുന്നില്ലേ? അതേപോലെ ഇവിടെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. സ്ക്വയറിലും ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. പിന്നെ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഇൻ മെഷർ അല്ലെ? പാരലോഗ്രാമില് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇവിടെ ഇപ്പൊ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. എല്ലായിടവും 90 ഡിഗ്രി തന്നെയാണ് വരുന്നത് അല്ലെ? അതിനർത്ഥം എന്താണ്? ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണെന്നാണ്. ഇവിടുത്തെയും ഈക്വൽ ആണ് അല്ലെ? അപ്പൊ ഓൾ ആംഗിൾസ് എന്ന് പറഞ്ഞാലും ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഇൻ മെഷർ എന്ന് പറഞ്ഞാലും എല്ലാം ഒരേപോലെ തന്നെയാണ് നമ്മൾ നോക്കിയപ്പോൾ വന്നത് അല്ലേ? സ്ക്വയറിനകത്ത്. അപ്പൊ മീൻസ് പാരലോഗ്രാമിന്റെ എല്ലാ പ്രോപ്പർട്ടീസും എവിടെ വരുന്നുണ്ട്? നമ്മുടെ സ്ക്വയറിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും സ്ക്വയേഴ്സ് പാരലോഗ്രാം അല്ല എന്ന്? അപ്പൊ ഇത് പൊട്ട തെറ്റില്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? ഇവിടെ ഫോൾസ് എന്ന് എഴുതിയത്. ഇനി നമുക്ക് നമ്മുടെ 5th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓൾ കൈറ്റ്സ് ആർ റോംബസസ് അല്ലേ? അപ്പൊ നമ്മൾ കൈറ്റിന്റെ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. നമുക്ക് അറിയില്ലല്ലോ, ഞാൻ പഠിപ്പിച്ചില്ലല്ലോ അല്ലേ? നമുക്ക് കൈറ്റ് എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കൈറ്റ് എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇതെന്താണ്? നമ്മുടെ കൈറ്റ്. ഇനി എന്താണ് ഇവിടെ? റോംബസ് ആയിട്ടാ അല്ലേ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ റോംബസ്. ക്ലിയർ? അപ്പൊ ഇത് നമ്മുടെ കൈറ്റ്, ഇത് നമ്മുടെ റോംബസ്. അപ്പൊ നോക്കിക്കോ, ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഓൾ കൈറ്റ്സ് ആർ റോംബസസ്. എല്ലാ കൈറ്റും റോംബസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല കേട്ടോ, എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എന്തായിരുന്നു? ഫോൾസ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു റോംബസിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ സൈഡും അതിന്റെ ഈക്വൽ ആണ് അല്ലെ? നമ്മൾ റോംബസിന്റെ ഞാൻ പഠിപ്പിച്ചു തന്നതാണ് അല്ലെ? പക്ഷെ കൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ അഡ്ജസന്റ് സൈഡ്സ് ആണ് ഈക്വൽ എന്ന് പറയുന്നത്. അതായത് തൊട്ടടുത്ത് കിടക്കുന്ന 2 സൈഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഈക്വൽ എന്ന് പറയുന്നത്. ക്ലിയർ? അതേപോലെ ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. അപ്പൊ കൈറ്റും ഇതുമായിട്ട് വല്ല ചേർച്ചയുണ്ടോ? ഒന്നും തന്നെ ഇല്ല അല്ലെ? കാരണം റോംബസിന്റെ പ്രോപ്പർട്ടി ഇവിടെ വരുന്നില്ല. നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്ന എല്ലാ കൈറ്റും റോംബസ് ആണോ എന്നാണ്. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റോംബസിന്റെ പ്രോപ്പർട്ടി നമ്മുടെ കൈറ്റിൽ വരണമായിരുന്നു. പക്ഷെ റോംബസിന്റെ പ്രോപ്പർട്ടി കൈറ്റിൽ വന്നോ? ഇല്ല. റോംബസിന്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? എല്ലാ സൈഡ്സും ഈക്വൽ ആണ് എന്നുള്ളതായിരുന്നു. പക്ഷെ കൈറ്റിന്റെ പ്രോപ്പർട്ടി എന്താണ്? അതിന്റെ അഡ്ജസന്റ് സൈഡ്സ് മാത്രമാണ് ഈക്വൽ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫോൾസ് എന്ന് എഴുതിയത്. ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ടെക്സ്റ്റില് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് കിടക്കുന്ന ക്വസ്റ്റ്യൻസ്. ഞാൻ 1 2 3 4 5 പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മുടെ 6th ക്വസ്റ്റ്യൻ, ഓൾ റോംബസസ് ആർ കൈറ്റ്സ്. നേരത്തെ നമ്മൾ പഠിച്ചത് ഓൾ കൈറ്റ്സ് ആർ റോംബസസ് എന്ന് ചോദിച്ചു
അല്ലേ? എല്ലാ കൈറ്റും റോംബസ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു അത് ഫോൾസ് ആണെന്നുള്ളത്. ക്ലിയർ അല്ലേ? കാരണം എന്താണ്, കൈറ്റിൽ എന്ന് പറയുന്നത് അതിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആയിരുന്നു ഈക്വൽ, അതായത് തൊട്ടടുത്ത് കിടക്കുന്ന സൈഡ്സുകൾ തമ്മിലായിരുന്നു ഈക്വൽ. പക്ഷേ റോംബസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരുന്നു, അതിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആയിരുന്നു. അപ്പൊ നമുക്ക് എല്ലാ കൈറ്റും റോംബസ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്, റോംബസിന്റെ ഈ ഒരു പ്രോപ്പർട്ടി കൈറ്റിലോട്ട് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളിപ്പോഴും ഈ സെക്കൻഡ് കിടക്കുന്നതുമായിട്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ സെക്കൻഡ് കിടക്കുന്നതിന്റെ പ്രോപ്പർട്ടി ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ട്രൂ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതേപോലെ ഇവിടെ നോക്കിക്കേ, ഓൾ റോംബസസ് ആർ കൈറ്റ്സ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മിക്ക കുട്ടികളും ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈറ്റ് എല്ലാം റോംബസ് അല്ല എന്നുള്ളത്. അപ്പം റോംബസ് എങ്ങനെയാ അന്നേരം കൈറ്റ് ആവുന്നതെന്ന് വിചാരിച്ചിട്ട് തെറ്റിച്ചു കളയും. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണെന്ന്. ഓക്കെ, അപ്പൊ പക്ഷേ ഇതാ ഇവിടെ ട്രൂ ആണ് വരുന്നത്. എങ്ങനെയാണെന്ന് അറിയാവോ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ ട്രൂ ആണ്. എങ്ങനെയാന്ന് കാണിച്ചു തരാം. നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടുള്ളത് സെക്കൻഡ് കിടക്കുന്ന ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടുള്ളത്. അതായത് സെക്കൻഡ് കിടക്കുന്ന പ്രോപ്പർട്ടി ഈ ഫസ്റ്റ് കിടക്കുന്നതിന്റെ ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനിവിടെ റോംബസ് വരയ്ക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ റോംബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ റോംബസ്. അടുത്തത് ഇത് നമ്മുടെ കൈറ്റ്. ക്ലിയർ? ഇനി നമുക്ക് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കാം. കൈറ്റിന്റെ പ്രോപ്പർട്ടി ഒക്കെ റോംബസിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ട്രൂ ആണെന്നുള്ളത്. അപ്പൊ കൈറ്റിന്റെ പ്രോപ്പർട്ടി എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കുന്നു, അല്ലെ? തൊട്ടടുത്ത് കിടക്കുന്ന സൈഡുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കുന്നു. അപ്പൊ ഞാൻ അതിവിടെ ഒന്ന് എടുത്ത് എഴുതാം. അഡ്ജസന്റ് സൈഡ്സ് ആർ ഈക്വൽ. അതേപോലെ ഈ സൈഡും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് റോംബസിൽ നോക്കാം. റോംബസിൽ നമ്മൾ എന്തോ പഠിച്ചിട്ടുള്ളത്, ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെ? ദാറ്റ് മീൻസ് ഈ സൈഡും ഈക്വൽ ആണെന്നല്ലേ അതിന്റെ അർത്ഥം. അതായത് ഇങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്ന, ഞാൻ ഇപ്പൊ മെഷർമെന്റ് ഇട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇപ്പൊ ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറയുമ്പോൾ ഇത് 3 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, ദെൻ ഇത് 3 സെന്റിമീറ്റർ. ക്ലിയർ? അപ്പൊ ഇവിടെ എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് നമുക്ക് ഈ ഫിഗറിൽ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. അതേപോലെ ഈ രണ്ട് സൈഡും എന്താണ്, ഈക്വൽ ആണ്. കാരണം ഇവിടെയും 3 സെന്റിമീറ്റർ ആണ്, ഇവിടെയും 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടി ആരിൽ വന്നു, നമ്മുടെ റോംബസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് എപ്പോഴേ പറയാം, ഇത് ട്രൂ ആണെന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ സെക്കൻഡ് വൺ ഇതിൽ കിടക്കുന്ന പ്രോപ്പർട്ടി നമ്മുടെ ഫസ്റ്റിൽ തന്നിരിക്കുന്ന ആ ഒരു ഇതിൽ വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ട്രൂ എന്ന് പറയേണ്ടുള്ളത്. ഓക്കെ, ക്ലിയർ? ഈ സെക്കൻഡിൽ കിടക്കുന്ന പ്രോപ്പർട്ടി നമ്മുടെ ഫസ്റ്റിൽ കിടക്കുന്ന പേരിനകത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ ഫോൾസ് അടിച്ചോണം. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ? അപ്പൊ തെറ്റിപ്പോത്തില്ലല്ലോ, ആർക്കും കൺഫ്യൂഷനും വരില്ലല്ലോ. ക്ലിയർ? 7th ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ 7th ക്വസ്റ്റ്യൻ എന്താണ്, ഓൾ പാരലോഗ്രാംസ് ആർ ട്രപ്പീസിയം. എല്ലാ പാരലോഗ്രാംസും ട്രപ്പീസിയം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ഫിഗറും വരയ്ക്കാം, എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പാരലോഗ്രാം. ഇതാണ് നമ്മുടെ പാരലോഗ്രാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ട്രപ്പീസിയം. ഞാൻ എല്ലാം നിങ്ങൾക്ക് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് പോലും ചുമ്മാ ഞാൻ ട്രൂവും ഫോൾസും പറഞ്ഞു തരാതെ വരച്ച് തന്നെ കാണിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, എന്താ നമ്മൾ പഠിച്ചത്, എന്താ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഓൾ പാരലോഗ്രാംസ് ആർ ട്രപ്പീസിയം. എല്ലാ പാരലോഗ്രാംസും ട്രപ്പീസിയം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെക്കൻഡ് വണ്ണിന്റെ പ്രോപ്പർട്ടി എന്തെങ്കിലും നമ്മുടെ ഫസ്റ്റ് വണ്ണിൽ കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറയാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനെ ട്രപ്പീസിയത്തിന്റെ പ്രോപ്പർട്ടി നമ്മുടെ പാരലോഗ്രാമിൽ വരുന്നു എന്ന് നോക്കാം.
നമ്മുടെ ട്രപ്പീസിയത്തിന്റെ മെയിൻ ഒരു കാര്യം എന്താണ്, ഒരു പ്രോപ്പർട്ടി എന്താണ്? അതിന്റെ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ട്രപ്പീസിയം. അപ്പൊ അതിന്റെ ഇതെന്താണ്? വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇത് ട്രപ്പീസിയത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. എന്നാലും വീണ്ടും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ എന്താ ഇവിടെ? വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അതായത് ഈ സൈഡും എന്താണ്? പാരലൽ ആണ് ട്രപ്പീസിയത്തിന്റെ അല്ലെ. പക്ഷേ ഇതും പാരലൽ അല്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ടൊന്ന് ട്രപ്പീസിയം വരയ്ക്കാവേ. അവിടെ ഇട്ട് കുത്തി വരച്ചാൽ ശരിയാകത്തില്ല. ഇതാണ് നമ്മുടെ ട്രപ്പീസിയം അല്ലെ. ഇതൊന്ന് നോക്കിക്കേ. ഈ സൈഡ് ഇങ്ങനെ നീട്ടി വരച്ചു, നമ്മൾ ഈ സൈഡ് ഇങ്ങനെ നീട്ടി വരച്ചു. അപ്പൊ കൂട്ടിമുട്ടുന്നില്ലേ? കൂട്ടിമുട്ടിയാൽ നമുക്ക് പാരലൽ ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രപ്പീസിയത്തിന്റെ ഒരു സൈഡ് മാത്രമേ പാരലൽ ഉള്ളൂ. അതെന്ന് പറയുന്നത് ഇതുമാണ്. ഇതിങ്ങനെ എത്ര നീട്ടി വരച്ചാലും നമ്മൾ കൂട്ടിമുട്ടത്തേ ഇല്ല. ഓക്കെ. അപ്പൊ നമ്മൾ ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത പഠിച്ചു. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. നമ്മുടെ പാരലോഗ്രാമിന്റെ പ്രത്യേകത നമുക്ക് നല്ലോണം അറിയാം അല്ലെ. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? പാരലൽ ആണ്. അതായത് ഈ സൈഡും പാരലൽ ആണ്. ഈ സൈഡും എന്താണ്? പാരലൽ ആണ്. അപ്പൊ ട്രപ്പീസിയത്തിന്റെ പ്രോപ്പർട്ടി ഇവിടെ കയറി വന്നില്ലേ? എന്താണ് ട്രപ്പീസിയത്തിൽ പറഞ്ഞിരുന്നത്? അതിന്റെ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. അപ്പൊ ഇവിടെ വരുന്നുണ്ടല്ലോ. ഇവിടെയും നമുക്കറിയാം ഒരു സൈഡ് ഇവിടെ എന്താണ്? പാരലൽ ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രോപ്പർട്ടി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? എല്ലാ പാരലോഗ്രാമും നമുക്ക് ട്രപ്പീസിയം ആണെന്ന് തീർച്ചയായിട്ടും പറയാം. ക്ലിയർ ആയി എല്ലാവർക്കും? അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എന്തെന്ന് കൊടുക്കാം? ട്രൂ. ക്ലിയർ? അടുത്ത നമ്മുടെ 8th ക്വസ്റ്റ്യൻ ആണ്. ഓൾ സ്ക്വയേഴ്സ് ആർ ട്രപ്പീസിയം അല്ലെ. എല്ലാ സ്ക്വയേഴ്സും ട്രപ്പീസിയം ആണോ എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. ആണോ? എല്ലാ സ്ക്വയേഴ്സും ട്രപ്പീസിയം ആണോ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം ട്രപ്പീസിയത്തിന്റെ പ്രോപ്പർട്ടി സ്ക്വയറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം എല്ലാ സ്ക്വയേഴ്സും ട്രപ്പീസിയം ആണെന്നുള്ളത്. നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്വയർ, ഇതാണ് നമ്മുടെ ട്രപ്പീസിയം. ഓക്കെ. നമ്മുടെ ട്രപ്പീസിയം കിട്ടി, നമ്മുടെ സ്ക്വയറും കിട്ടി. എല്ലാം നിങ്ങൾ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ പഠിച്ചോണം. ഇനി ട്രപ്പീസിയം എന്താ, കൈറ്റ് എന്താ, പാരലോഗ്രാം എന്താണെന്ന് ഒരു ഡൗട്ടും വരാൻ പാടില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാ സ്ക്വയേഴ്സും ട്രപ്പീസിയം ആണെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം ട്രപ്പീസിയത്തിന്റെ പ്രോപ്പർട്ടി സ്ക്വയറിൽ വരുന്നുണ്ടോന്ന്. നേരത്തെ നമ്മൾ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. ട്രപ്പീസിയത്തിന്റെ ഒരു പ്രോപ്പർട്ടി എന്തായിരുന്നു? വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. നമുക്ക് നോക്കാം അത് ഇതിനകത്ത് വരുന്നുണ്ടോന്ന്. നോക്കിക്കേ, ഇതാണ് നമ്മുടെ സ്ക്വയർ. നമുക്ക് നോക്കുമ്പോഴേ അറിയാം അതിന്റെയും എന്താണ്? സൈഡ്സ് എന്താണ്? പാരലൽ ആണ്. അപ്പൊ ട്രപ്പീസിയത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്ന്. ആ സെയിം തിങ് ഇവിടെ വരുന്നില്ലേ? അതിന്റെ ഒരു പ്രോപ്പർട്ടി തന്നെയല്ലേ? ഈ സൈഡും പാരലൽ ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിലുള്ള കാര്യം ഇവിടെ വന്ന് കയറിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് തന്നെ പറയാം ഇത് ട്രൂ ആണെന്നുള്ളത്. എന്തുകൊണ്ടാ ട്രൂ ആയത്? ട്രപ്പീസിയത്തിന്റെ ഒരു മെയിൻ പ്രോപ്പർട്ടിയാണ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എന്നുള്ളത്. ഇവിടെ നമുക്ക് സ്ക്വയറിന്റെ അറിയാം. ഈ സൈഡും പാരലാണ്, ഈ സൈഡും പാരലൽ ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രോപ്പർട്ടി ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലൽ എന്ന് പറയുന്ന ആ സെയിം സംഗതി ഇതാണ്ടേ. ഈ ഒരു പെയർ എന്താണ്? പാരലൽ ആണ്. ഇവിടെ 2 പെയർസ് ഉണ്ട്, ഇവിടെ 1 പെയർ ഉണ്ട്. പക്ഷേ ഇതിന്റെ പ്രോപ്പർട്ടി ഇതിനകത്തോട്ട് വന്ന് കയറിയിട്ടുണ്ട് അല്ലേ. ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്ന് പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടി ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട്. 2 പെയർസ് ആണ്, പക്ഷെ 1 പെയർ എന്നുള്ള ആ പ്രോപ്പർട്ടി ഉണ്ടല്ലോ. ഇതിന്റെ ഒരു പെയർ എന്താണ്? പാരലൽ ആണ്. പിന്നെ നമുക്ക് നോക്കാം ട്രപ്പീസിയത്തിന്റെ ഡയഗണൽസ് എങ്ങനെയാണ്? ബൈസെക്ട് ഈച്ച് അതർ ആണ് അല്ലെ. സ്ക്വയറിന്റെയും നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞൂടെ. ഡയഗണൽസ് എന്താണ്? ബൈസെക്ട് ഈച്ച് അതർ ആണ്. അപ്പൊ ട്രപ്പീസിയത്തിന്റെ ആ പ്രോപ്പർട്ടിയും എവിടെ വന്നിട്ടുണ്ട്? നമ്മുടെ സ്ക്വയറിനകത്ത് വന്നിട്ടുണ്ട് അല്ലെ. അപ്പം ട്രപ്പീസിയത്തിന്റെ പ്രോപ്പർട്ടി നമ്മുടെ സ്ക്വയറിലോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ട്രൂ എന്ന് തന്നെ പറയാം. ഓക്കെ. അപ്പോൾ ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പൊ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ട്രിക്കി ക്വസ്റ്റ്യൻ തന്നെയാണ്. ശ്രദ്ധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഒന്നും മനസ്സിലാവില്ല. അപ്പം ചിലപ്പോൾ ഈ വീഡിയോ ഒരു തവണ കണ്ടു കഴിയുമ്പോഴത്തേക്കും
ചിലപ്പം ഓരോന്നോരോന്ന് കേട്ട് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിനകത്ത് തോന്നാം. അപ്പോൾ ആ കൺഫ്യൂഷൻ കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞു തന്നത്. അതായത് നമ്മുടെ ഈ സെക്കൻഡ് കിടക്കുന്ന ഫിഗറിലെ പ്രോപ്പർട്ടി നമ്മുടെ ഫസ്റ്റ് കിടക്കുന്നതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഓർത്തോണം അത് ട്രൂ ആയിരിക്കും എന്നുള്ളത്. ക്ലിയർ? എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡിന്റെ പ്രോപ്പർട്ടി ഇതിനകത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഒരിക്കലും തെറ്റ് വരില്ല. ഓക്കെ, അല്ലാതെ നിങ്ങൾ സ്ക്വയറിന്റെ പ്രോപ്പർട്ടി ട്രപ്പീസിയത്തിലോട്ടുണ്ടോ എന്ന് നോക്കാൻ പോവരുത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ആവും. കാരണം ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എല്ലാ എന്താണ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എല്ലാം പാരലൽ ആണ്. 2 pairs വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ 1 pair വരുന്നുള്ളൂ. അപ്പൊ ഉടനെ നിങ്ങൾ നേരെ പിടിച്ചിട്ട് ഫോൾസ് അങ്ങ് എഴുതി വെച്ചാളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു അതായത് സെക്കൻഡ് 1 കിടക്കുന്നതിന്റെ പ്രോപ്പർട്ടി ഇതിനകത്തോട്ട് വരുന്നോന്ന്, ഫസ്റ്റ് 1ലോട്ട് കിടക്കുന്നോന്ന് നിങ്ങൾ നോക്കിയാൽ മതി. തിരിച്ച് ചിന്തിക്കാൻ നിങ്ങൾ പോവണ്ട. തിരിച്ച് ചിന്തിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കളാവും. ഓക്കെ, അടുത്തത് ചെയ്യാൻ പോണത് നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ കമന്റ്സിൽ ചോദിച്ചിരിക്കുന്ന ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാൻ പോവുകയാണേ. അപ്പൊ റാഷണൽ നമ്പേഴ്സിനെ ഇതാക്കിയിട്ടുള്ള പിന്നെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ശ്രദ്ധിച്ചിരുന്ന് കേട്ടാണേ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, യൂസിങ് പ്രോപ്പർട്ടി ഫൈൻഡ് -2/3 × 3/5 + 5/2 - 3/5 × 1/6. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏത് പ്രോപ്പർട്ടി ഒക്കെ ആയിരിക്കും വരുന്നത് നമുക്ക് നോക്കാം. -2/3 × 3/5 + 5/2 - 3/5 × 1/6. ഇവിടെ നമുക്ക് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? 3/5 3/5 ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലായിട്ടുണ്ടേ. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ എല്ലാവരും. അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ ഇതിനെ ഓരോന്നിനെയും ടേംസ് ആയിട്ട് എങ്ങനെയാണ് തിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. എന്നാലും എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ, ഈ പ്രോപ്പർട്ടീസിന്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ടേംസ് ആയിട്ട് തിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പഠിച്ചേക്കണവേ. അതായത് നമുക്കറിയാം ഇൻറ്റു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ A × B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എങ്ങനെയായിട്ടാണ് എടുക്കുന്നത്? ഒരു ടേം ആയിട്ടായിരിക്കും നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ഫസ്റ്റ് ടേം ആയിട്ടായിരിക്കും എടുക്കുന്നത്. A × B എന്ന് വെച്ച് കഴിഞ്ഞാൽ AB അല്ലെ, അങ്ങനെയല്ലേ കിട്ടത്തോളും. ടേംസ് ആയിട്ടൊന്ന് തിരിക്കാം. ഇങ്ങനെയാന്ന് നോക്കിക്കോ, ഇത് നമ്മുടെ ഫസ്റ്റ് ടേം. ഇൻറ്റു വരുന്നതിന് നമ്മൾ ഒറ്റ ടേം ആയിട്ടാണ് എടുക്കുന്നത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞു തന്നിട്ടുണ്ട്. പ്ലസ് മൈനസ് ഇങ്ങനെ വരുമ്പോഴാണ് അടുത്തടുത്ത ടേം. ഓരോ ടേമിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വരുന്നതാണ് ഈ ഇടയ്ക്ക് പ്ലസ് മൈനസ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇൻറ്റു ഒക്കെ കണ്ടിട്ട് അത് വേറൊരു ടേം തൊട്ടടുത്ത ടേം ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതായത് -2/3 ഒരു ടേമും 3/5 മറ്റൊരു ടേം ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ടേംസിനെ തമ്മിൽ എപ്പോഴും സെപ്പറേറ്റ് ചെയ്യാൻ ഇടയ്ക്ക് വരുന്നത് പ്ലസും മൈനസും സൈൻ ആയിരിക്കും. ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി പറഞ്ഞു തന്നെ. ഇത് നമ്മളെപ്പോഴും മറന്നു പോകുമല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ ഫസ്റ്റ് ടേം ആയിട്ട് എടുത്തു, പ്ലസ് വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ സെക്കൻഡ് ടേം ആണെന്ന്. ഓക്കെ, അടുത്ത മൈനസ് വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ തേർഡ് ടേം ആണെന്നുള്ളത്. അപ്പൊ ഇതിനെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എന്നുള്ളത് ഞാനിപ്പോ ഒന്ന് തിരിച്ച് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു തന്നിരുന്നു. എന്തായിരുന്നു? 3/5 എന്നുള്ളത് ഇതാ ഇവിടെ തേർഡ് ടേമിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. തേർഡ് ടേമിലും വരുന്നുണ്ട് 3/5 എന്നുള്ള നമ്പർ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇതിന്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാവോ? അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അത് മനസ്സിലാകും എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ചെയ്യാം. അതായത് 3/5 × 1/6 ഞാൻ ഇങ്ങ് സെക്കൻഡ് ടേം ആയിട്ട് എടുക്കുന്നു. 5/2 ഞാൻ എന്തായിട്ട് എടുക്കുന്നു? അങ്ങ് തേർഡ് ടേമിലോട്ട് കൊണ്ടുപോകാൻ പോവുക. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു ചെറിയ കാര്യം കൂടി ഒന്ന് ചെയ്യാവേ. നോക്കിക്കോ, -2/3 × 3/5 + 5/2 ഇവിടെ മൈനസ് ആണ് കിടക്കുന്നത്. അപ്പൊ ഞാനൊരു പ്ലസും കൂടി അങ്ങ് ആഡ് ചെയ്യാനേ. പ്ലസ് എന്നിട്ട് ബാക്കി എഴുതിയ -3/5 × 1/6. ഓക്കെ, ക്ലിയർ? എന്തിനാ ഇവിടെ പ്ലസ് ആഡ് ചെയ്തതെന്ന് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ പ്ലസ് ആഡ് ചെയ്തു എന്നും പറഞ്ഞ് നമ്മുടെ വാല്യൂസിൽ ഒരു ചേഞ്ചും വരത്തില്ല. ഞാൻ ഒത്തിരി വീഡിയോസിൽ അതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോഴെല്ലാം ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും പറഞ്ഞു തരാം. ഓക്കെ, 1 + -1 നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? ഇവിടെ ഒരു സൈനും ഇല്ലെങ്കിൽ സൈഡിൽ പ്ലസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ പ്ലസും മൈനസും വന്നിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ
ഡിഫറെന്റ് സൈൻസ് വന്നിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കറിയാം നമ്പേഴ്സ് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ 1ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും ആൻസർ 0. അതേപോലെ തന്നെ അല്ലേ 1 മൈനസ് 1 എന്താണ് 0. അപ്പൊ ഇവിടെ ഒരു പ്ലസ് ഞാൻ കൊണ്ടുവന്ന് ചേർത്തു എന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ വെറുതെ ഒരു പ്ലസ് ഇവിടെ ഇട്ട് കൊടുത്ത എപ്പോഴും മൈനസിന് മുമ്പ് പ്ലസ് സൈൻ വന്നു എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂവിന് ഒരു ചേഞ്ചും വരില്ല കേട്ടോ. എന്തിനാ ചെയ്തേന്നുള്ളത് ഞാൻ അടുത്ത് അങ്ങോട്ട് വരുമ്പോ പറഞ്ഞുതരാവേ. അപ്പൊ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു നമുക്കൊന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യണമെന്ന്. ലാസ്റ്റ് ഇരിക്കുന്ന ആളിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു തന്നു. അപ്പൊ നമുക്കൊന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം ഇതായിരുന്നു, അതെടുത്ത് അതുപോലെ എഴുതി വെക്കാം. -2/3 × 3/5. ഇനി എന്ത് ചെയ്യണം? ലാസ്റ്റ് ഇരുന്ന ആളെ ഭയങ്കര കുരുത്തക്കേട് കേട്ടോ, ഞാൻ അതുകൊണ്ട് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തിയാണ് അടുക്കെ. അപ്പൊ -3/5 × 1/6 പ്ലസ് ഇവിടുത്തെ പ്ലസ് പിന്നെ -3/5 × 1/6. അപ്പൊ ഞാൻ ഇനി കൊണ്ടുവന്ന് ഇരുത്തിയേ. എന്നിട്ട് എന്ത് ചെയ്തു? ഇയാൾ കുറച്ച് നല്ല കുട്ടിയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇവനെ പിടിച്ച് എവിടെ കൊണ്ടുപോയാ? ലാസ്റ്റ് കൊണ്ടുപോയി ഇരുത്തിയാണേ. അപ്പൊ അതാരായിരുന്നു? +5/2. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി എന്തിനാണ് ഈ പ്ലസ് ആഡ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ 5/2നെയും -3/5 × 1/6നെയും ഞാൻ ഇങ്ങനെ അടിക്കാം. 5/2നെ ഞാന് നോക്കിക്കോ, 5/2നെ ഞാൻ എ ആയിട്ട് എടുത്തു. -3/5 × 1/6നെ ഞാൻ എന്തായിട്ട് എടുത്തു? ബി ആയിട്ട് എടുത്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു പൊസിഷൻ ചേഞ്ച് ചെയ്തത് അല്ലേ. ലാസ്റ്റ് കിടക്കുന്നവനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി, ഇവിടെ കിടന്ന ആളിനെ ഞാൻ ലാസ്റ്റ് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതായത് ഈ ബി യെ കൊണ്ടുവന്നാണല്ലോ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എഴുതിയ. അപ്പൊ ഞാൻ ഇവിടെ ബി എന്ന് എഴുതി. ഓക്കെ, ഇവിടുത്തെ പ്ലസ് then 5/2. 5/2നെ ഞാൻ ആരായിട്ടാണ് എടുത്തത്? എ ആയിട്ടാണ് എടുത്തത്. അപ്പൊ ഞാൻ ഇവിടെ ആ എയും എഴുതി. ഇപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, എ ഇവിടെ എന്തായിരുന്നു സൈൻ ഉണ്ടായിരുന്നത്? പ്ലസ്. നോക്കിക്കേ, എ പ്ലസ് ബി = ബി പ്ലസ് എ എന്നായില്ലേ. അപ്പൊ ഇവിടെ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യേണ്ടത്? എളുപ്പം പറഞ്ഞു. എ പ്ലസ് ബി = ബി പ്ലസ് എ. ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നേ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലെ. പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏത് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ക്ലിയർ ആയ എല്ലാവർക്കും? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത്. ഇനി എന്തിനാ പ്ലസ് ആഡ് ചെയ്തതെന്ന് ചോദിച്ചില്ല അല്ലേ നിങ്ങളാരും? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമുക്കറിയാം അഡിഷനിലുണ്ട്, പക്ഷെ സബ്ട്രാക്ഷനിൽ ഇല്ല എന്നുള്ളത്. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇപ്പൊ നേരത്തെ ഞാൻ ഇവിടെ നിങ്ങളെടുത്ത് ഇത് എ ആയിട്ടും ഇത് ബി ആയിട്ടും എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടുക്ക് കിടക്കുന്ന സൈൻ എന്താണ്? മൈനസ് ആയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നു ഇതിന്റെ പൊസിഷൻ ഒക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ എഴുതിയ എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് എടുത്ത് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ആദ്യം പോകുന്ന ചോദ്യം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സബ്ട്രാക്ഷനിൽ ഇല്ല, പിന്നെ മിസ് എങ്ങനെ ഇവിടെ ഇത് യൂസ് ചെയ്തു? അപ്പൊ അതങ്ങ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്ത് കാണിച്ചു തന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സബ്ട്രാക്ഷനിൽ യൂസ് ചെയ്യത്തില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കാണിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർട്ടിയും നിങ്ങളുടെ മനസ്സിനകത്ത് പഠിച്ചു വെച്ചതും ഞാൻ ഇവിടെ ചെയ്യുന്നതും ഒക്കെ ആയിട്ടും ശരിയാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്? പ്ലസ് നമ്മളൊന്നെടുത്ത് ആഡ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ആഡ് ചെയ്തു എന്ന് പറയാൻ നമുക്കൊരു നഷ്ടം ഉണ്ടാവുന്നില്ല, നമ്മുടെ കണക്ക് നമുക്ക് കാര്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നു. ക്ലിയർ? ഇനി നമുക്കിത് ചെയ്യാലോ. ഇപ്പൊ ഞാൻ പൊസിഷൻ എല്ലാം അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ റീസണും കൊടുക്കാം. എന്തെന്ന് കൊടുക്കാം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എടുത്ത് മേലിലോട്ട് എഴുതാവേ. -2/3 × 3/5 പ്ലസ് -3/5 × 1/6 പ്ലസ് 5/, എത്രയായിരുന്നു? 5/2 ആണ് അല്ലേ? ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയും നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഇവിടെ രണ്ടിടവും 3/5 വന്നിട്ടുണ്ട് അല്ലെ. അതായത് ഇത് നമ്മുടെ ഫസ്റ്റ് ടേം, ഇത് നമ്മുടെ സെക്കൻഡ് ടേം, ഇത് നമ്മുടെ തേർഡ് ടേം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും എന്തുണ്ട്? 3/5 കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ 3/5നെ ഇനി പുറത്തെടുക്കാം. അപ്പൊ ഞാൻ ആ 3/5നെ ഇനി പുറത്തെടുത്തു. ബാലൻസ് എന്തൊക്കെയുണ്ട്? ഞാൻ നോക്കിക്കേ, ഈ ഫസ്റ്റ് ടേമിൽ പിന്നെ ബാലൻസ് എന്താ ഉള്ളത്? ഇവിടെ -2/3. ഇപ്പൊ ഞാൻ അതിവിടെ എടുത്ത് എഴുതിയാണേ, -2/3. നോക്കിക്കേ, ഇനി സെക്കൻഡ് ടേമിൽ എന്തൊക്കെ ബാലൻസ് ഉണ്ട്? ഇവിടെ പ്ലസ് ഉണ്ട്,
അപ്പൊ അതെടുത്ത് എഴുതി. അടുത്ത ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ കിടക്കുന്നത്? -3/5 എന്നാണ് കിടക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് എടുത്ത് വലുതായിട്ട് എഴുതാം, ചിലപ്പോൾ ബോർഡിൽ കാണാൻ പറ്റിയില്ലെങ്കിലോ. അപ്പൊ എന്താ കിടക്കുന്നത്? -3/5. ക്ലിയർ? അപ്പൊ അതില് ഈ 3/5 മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? പുറത്തെടുത്തിരിക്കുന്നത് അല്ലേ? ബാലൻസ് ഇവിടെ എന്തുണ്ട്? മൈനസ് സൈൻ ഉണ്ട്. അതൊന്ന് മനസ്സിലിരിക്കണേ. പിന്നെ അതിന്റെ കൂടെ എന്തുണ്ട്? ബാലൻസ് 1/6 ഉണ്ട്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇതായിരുന്നു. ആ സെക്കൻഡ് ടേമിൽ 3/5 മാത്രമാണ് നമ്മൾ പുറത്തെടുത്തത്. ബാലൻസ് ഇവിടെ മൈനസും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട്? 1/6 ഉണ്ട്. അപ്പൊ ഞാൻ ആ ബാലൻസ് ഉള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയാണ്. 1/6. പിന്നെ ഇവിടെ ബാലൻസ് എന്തുണ്ടായിരുന്നു? മൈനസ്. അത് ഞാൻ ഇതിന്റെ കൂടെ അങ്ങ് കൊടുത്തു. കണ്ടോ? അല്ലാതെ ആ മൈനസിനെ എടുത്ത് നമ്മൾ കളയരുത് കേട്ടോ ആരും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇവിടെ മൈനസ് വന്നേന്നുള്ളത്? നമ്മുടെ 3/5ന്റെ കൂടെയുള്ള മൈനസിനെയാണ് നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയത്. ക്ലിയർ? ഇനി ബാലൻസ് എന്തുണ്ട്? +5/2. അപ്പൊ ചോദിക്കും, എങ്ങനെയാ മിസ് ഇങ്ങനെയൊക്കെ എടുത്ത് എഴുതിയെന്ന്? എങ്ങനെയാണെന്ന് അറിയാവോ? ഇവിടെ നമ്മളൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഏത് പ്രോപ്പർട്ടിയാണെന്ന് അറിയാവോ? A into B plus C is equal to A into B plus A into C. Which property? ഏത് പ്രോപ്പർട്ടിയാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? A into B plus C എന്ന് പറയുന്നത് A into B plus A into C ആണ്. അവിടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്വസ്റ്റ്യൻ കിടന്നത് ഈ ഒരു പരുവത്തിലായിരുന്നു അല്ലേ? കാണിച്ചു തരാം. 3/5നെ ഞാൻ ഇവിടെ A ആയിട്ട് എടുത്തു. നോക്കിക്കോ എല്ലാവരും. 3/5നെ ഞാൻ എന്തായിട്ട് എടുത്തു? A ആയിട്ട് എടുത്തു. B ആയിട്ട് ഞാൻ ഇവിടെ 2/3നെ എടുത്തു. -2/3നെ എടുത്തു. ക്ലിയർ? നടുക്കുള്ള പ്ലസ് സൈൻ. അടുത്തത് -3/5നെ നമ്മൾ നേരത്തെ എന്തായിട്ട് എടുത്തത്? A ആയിട്ട്. അപ്പൊ A ഇൻറ്റു അടുത്തത് 1/6നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? C ആയിട്ട് എടുക്കാം. നോക്ക്, A ഇൻറ്റു B പ്ലസ് A ഇൻറ്റു C. ആ ഒരു ഫോർമുലയല്ലേ ഇവിടെ കിടക്കുന്നത്. അടുത്ത നമ്മൾ നോക്കിക്കേ, 3/5 ഇൻറ്റു -2/3 പ്ലസ് -1/6. ഇവിടെ ഞാൻ സൈൻ ഒന്നും തന്നെ ശ്രദ്ധിച്ചിട്ടില്ലായേ. ഇനി അവിടെ മൈനസ് കൊണ്ട് ഇവിടെ ഇട്ടില്ല എന്നൊന്നും പറയരുത്. ഞാൻ ഓരോ ടേമിനെ എടുക്കുന്ന കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. 3/5നെ A ആയിട്ടും 2/3നെ B ആയിട്ടും അങ്ങനെ. ഓക്കെ. അപ്പൊ ഇവിടെ 3/5നെ നമ്മൾ നേരത്തെ എന്തായിട്ട് എടുത്തത്? A ആയിട്ട് എടുത്തു, ബ്രാക്കറ്റ് ഇട്ടു. 2/3നെ നമ്മൾ എന്തായിട്ട് എടുത്തത്? B ആയിട്ടല്ലേ എടുത്തത്? B. അടുത്ത നടുക്കത്തെ സൈൻ പ്ലസ്. അടുത്ത 1/6നെ നമ്മൾ എന്തായിട്ട് എടുത്തത്? C. അവിടെ നോക്കിക്കേ, A ഇൻറ്റു B പ്ലസ് C എന്നുള്ള ഫോമിലോട്ട് ആയില്ലേ? കണ്ടോ? ഇപ്പൊ എങ്ങനെയാ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വന്നേന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്കിവിടെ എഴുതി വെക്കാം, ഇത് എന്താണെന്നുള്ളത്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണെന്നുള്ളത്. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടുള്ളത്? പുറത്ത് കിടക്കുന്നത് എടുത്ത് ഇപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതിയിട്ടേക്കാവേ. 3/5 നമുക്ക് അകത്തുള്ളതിന് ചെയ്യണ്ടേ? അവിടെ നോക്കിയപ്പോൾ നമ്മൾ നോക്കിയപ്പം ന്യൂമറേറ്റർ തമ്മിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ 3ഉം ഇവിടെ 6ഉം ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കാണണം? LCM. 3 1s are 3, 3 2s are 6, 2 1 1. അപ്പൊ LCM എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പൊ ഞാൻ അത് ഇവിടെ എടുത്ത് എഴുതി. -2/3. അപ്പൊ നമുക്കറിയാം 3യുടെ കൂടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്? ഇൻറ്റു 2. ആ സെയിം നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെയും ചെയ്യണം. നമുക്ക് ന്യൂമറേറ്റർ മാത്രം ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. കാരണം ഇത് ഓൾറെഡി നമ്മൾ 6 ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. നടുക്കത്തെ സൈൻ എന്താണ്? പ്ലസ്. അടുത്തത് -1/6 അല്ലേ? -1/6 ആ കിടക്കുന്നത്. നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണോ? വേണ്ട. കാരണം LCM 6 തന്നെയാണ്. അതായത് നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ -1 മാത്രം ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. ബാലൻസ് ഇവിടെ എന്തുണ്ട്? +5/2. ഓക്കെ. അപ്പൊ നമുക്ക് എഴുതാം 3/5 ഇൻറ്റു -2 ഇൻറ്റു 2 എന്ത് കിട്ടും നമുക്ക് ആൻസർ? -4 പ്ലസ് അടുത്തത് എന്താണ്? -1/6. ഇനി ഇവിടെ മൈനസ് എങ്ങനെയാ വന്നതെന്ന് ചോദിക്കല്ലേ? പറഞ്ഞുതരാം. ഓക്കെ. ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മറന്നു കാണും അതൊക്കെ. അപ്പൊ ഇവിടെ മൈനസ് വരുന്നത് എങ്ങനെയാണ്? ഇവിടെ മൈനസ് ആണ്. ഇവിടെ 2, വെറും 2 ആ കിടക്കുന്നത്. വെറും 2 എന്ന് പറയുമ്പോൾ അതിന്റെ സൈഡിൽ എന്ത് സൈൻ ഉണ്ട്? പ്ലസ് സൈൻ ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റീജേഴ്സ് റൂളില് മൈനസ് ഇൻറ്റു പ്ലസ് എന്താ കിട്ടുന്നത്? മൈനസ്. കണ്ടോ? അതാണ് ഇവിടെ ഞാൻ മൈനസ് ഇട്ടിരിക്കുന്നത്. സംശയം വരല്ലേ?
ബാലൻസ് ഇവിടെ എന്താ ഉള്ളത്? പ്ലസ് 5/2. ക്ലിയർ? ഇനി എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂ? ഇത് കാണിച്ചു തരാം. നമുക്ക് എഴുതാം 3/5 ഇൻറ്റു ഇവിടെ എന്താ കിടക്കുന്നത്? -4 + -1. ഇന്റീജേഴ്സ് റൂൾ അറിഞ്ഞിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്റീജേഴ്സ് റൂളിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? രണ്ട് നെഗറ്റീവ് സൈൻ തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം ആൻസറിൽ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ശ്രദ്ധിച്ച് പഠിക്കണേ. രണ്ട് നെഗറ്റീവ് സൈൻസ് തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. അപ്പൊ 4 + 1 എത്ര കിട്ടും? 5. അപ്പൊ നമുക്ക് എഴുതാം -5/6. ഇനി എന്തുണ്ട് ഇവിടെ? ബാലൻസ് പ്ലസ് 5/2. ക്ലിയർ? ഇനി ഇവിടെ നോക്കിക്കേ, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കട്ടിംഗ് മെത്തേഡ് പഠിപ്പിച്ചു തന്നിരുന്നു. അതനുസരിച്ച് ഇവിടെ നോക്കിക്കേ, 3യുടെ ടേബിൾസിൽ എന്തുണ്ട്? 6 ഉണ്ട്. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാലോ. 3 1s are 3, 3 2s are 6. അടുത്തത് 5ന്റെ ടേബിൾസിൽ 5 ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതാം 5 1s are 5, 5 1s are 5. അപ്പൊ ഇവിടെ ബാലൻസ് എന്തുണ്ട്? മുകളിൽ ന്യൂമറേറ്ററിൽ 1 ഇൻറ്റു -1 ബൈ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 1 ഇൻറ്റു 2 പ്ലസ് 5/2. ഇനി എങ്ങനെ എഴുതാം നമുക്ക്? 1 ഇൻറ്റു -1 എന്ന് വെച്ചാൽ എന്താണ്? -1. ക്ലിയർ? കാരണം ഇവിടെ ഒരു സൈനും ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലസ് സൈൻ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് ആണെന്നുള്ളത്. ബൈ 1 ഇൻറ്റു 2 എന്ത് കിട്ടും? 2 പ്ലസ് 5/2. ഇവിടെ നമുക്ക് LCM ഒന്നും കാണണ്ട, ഭാഗ്യത്തിന് സെയിം ഡിനോമിനേറ്റർ ആണ്. അപ്പൊ നമുക്ക് അതുപോലെ എടുത്ത് 2 അങ്ങ് എഴുതി. ഇനി മുകളിൽ കിടക്കുന്നത് തമ്മിൽ ചെയ്യാം. -1 + 5. ഇനി ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ, നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഇവിടെ ഒരെണ്ണം നെഗറ്റീവ് സൈനും ഇവിടെ ഒരെണ്ണം എന്താണ്? പോസിറ്റീവ് സൈനും ആണ് അല്ലേ? അപ്പൊ നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈനും വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡിഫറെന്റ് സൈൻസ് തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്തതിന് ശേഷം ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സൈൻ എടുത്ത് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ 5ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഇവിടെ ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. അപ്പൊ നമുക്ക് +4 ആണെന്ന് മനസ്സിലായി. പ്ലസ് ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പൊ 4/2. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാലോ. എന്തുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്? 2ന്റെ ടേബിൾസിൽ 2 ഉണ്ട്, 2ന്റെ ടേബിൾസിൽ 4 ഉണ്ട്. അതായത് 2 1s are 2, 2 2s are 4. 2/1. 2/1 എന്ന് വെച്ചാൽ എന്താ ആൻസർ? 2 അല്ലേ? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. 2/1 എന്ന് വെച്ചാൽ 2 എന്നാണ് ആൻസർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ നമുക്ക് കിട്ടിയത്? 2. ഈസി അല്ലായിരുന്നോ ചെയ്യാനായിട്ട്? അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ 2/5 ഇൻറ്റു -3/7 ഇൻറ്റു 1/14 -3/7 ഇൻറ്റു 3/5. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണോ എന്നുള്ളത് മെൻഷൻ ചെയ്തിരുന്നില്ല. പക്ഷെ ഞാൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കിത് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാം. നമുക്ക് ഇതിനെ ടേംസ് ആയിട്ട് അങ്ങ് തിരിക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു ടേം ആയിട്ടേ എടുക്കത്തുള്ളൂ. ഇപ്പൊ ഇത് A × B × C എന്ന് വെച്ചാൽ എന്താണ്? ABC. അപ്പൊ ഇതെന്താണ്? ഒരു ടേം ആണ്. മനസ്സിലായല്ലോ? അതാരും തെറ്റിക്കല്ലേ. അടുത്ത മൈനസ് വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ ടേമിലോട്ട് പോയി എന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് ടേമിനെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോയി. അതായത് ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്ത് എഴുതാൻ പോവുകയാണേ. അതായത് 2/5 ഇൻറ്റു ഞാൻ ഈ 1/14 ഇപ്പുറത്തോട്ട് എടുത്താൽ എഴുതി ഇൻറ്റു -3/7 ഇങ്ങനെ ആക്കി എഴുതി. ഇവിടെ എന്തുണ്ട്? -3/7 ഇൻറ്റു 3/5. ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് എഴുതിയെന്ന് പറഞ്ഞ് നമുക്ക് വാല്യൂസിൽ ഒരു മാറ്റവും വരത്തില്ല. ബിക്കോസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയുടെ കാര്യം ഓർത്താൽ മതി. ഇതാ നോക്ക്, A × B × C എന്ന് പറഞ്ഞാലും A × C × B എന്ന് പറഞ്ഞാലും C × B × A എന്ന് പറഞ്ഞാലും എല്ലാം വാല്യൂ ഒന്ന് തന്നെയാണ് വരുന്നത്. വേണമെങ്കിൽ കാണിച്ചു തരാം. 1 × 2 × 3 എന്ന് പറഞ്ഞാലും 3 × 2 × 1 എന്ന് പറഞ്ഞാലും അതേപോലെ 2 × 3 × 1 എന്ന് പറഞ്ഞാലും എല്ലാം എന്താണ്? സെയിം ആൻസർ തന്നെയാണ്. അപ്പൊ അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതിയെന്നും പറഞ്ഞ് നമുക്ക് വാല്യൂസിന് ഒരു മാറ്റവും വരില്ല. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ എടുത്ത് എഴുതിയത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി.
സോറി, ഈ ഒരു മെത്തേഡ് ചെയ്യാൻ കാരണം നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോണത് ശ്രദ്ധിച്ച് കണ്ടോണം. ഞാൻ എന്തിനാ ഇങ്ങനെ എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് അറിയാവോ? നമുക്കൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം 2ന്റെ ടേബിൾസിൽ എന്തുണ്ട്? 14 ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതാം 2 1s are 2, 2 7s are 14 അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. അപ്പൊ അതിനകത്ത് ഞാൻ ഈ -3/7 കൂട്ടുന്നില്ലായേ. എന്തിനാന്ന് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ 1 into 1 1/5 into 7 35 into -3/7. ഇങ്ങനെ എഴുതിയെന്ന് പറഞ്ഞ വാല്യൂലൊന്നും ഒരു മിസ്റ്റേക്കും വരില്ല കേട്ടോ. അപ്പോ മൈനസ് ഇവിടെ എന്തുണ്ട് ബാക്കി? 3/7 into 3/5. ഇനി എന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് പറഞ്ഞുതരാം. നമ്മൾ നോക്കിയപ്പോൾ ഇവിടെയും 3/7 ഉണ്ട്, ഇപ്പുറത്തെ ടേമിൽ എന്തുണ്ട്? 3/7 ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 3/7 ഇനി പുറത്തെടുത്തൂടെ അല്ലേ? നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ചു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അല്ലേ? A into B മൈനസ് എന്താണ്? A into C. ഇവിടെ മൈനസ് സൈൻ വന്നതുകൊണ്ടാണ് നടുക്ക് ഞാൻ മൈനസ് ഇട്ട് കൊടുത്തത്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിലും സബ്ട്രാക്ഷനിലും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓക്കെ തന്നെയാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. A into B minus C is equal to A into B minus A into C. വേണമെങ്കിൽ ഞാനതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അതായത് 1 into 3 minus 2 is equal to നമുക്ക് എന്തെന്ന് പറയാം? 1 into 3 minus പുറത്ത് കിടക്കുന്ന നമ്പർ കൊണ്ട് അകത്ത് കിടക്കുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1 into 2. നമുക്ക് 1 into 3 minus 2 എന്ന് പറയുമ്പോൾ 1 into 1 is equal to ഇവിടെ നോക്കിക്കേ 1 into 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 3 minus 1 into 2 2. 1 into 1 എന്ന് പറയുന്നത് എത്രയാണ്? 1 is equal to 3 minus 2 എന്താണ്? 1. കണ്ടോ? അപ്പൊ LHS is equal to RHS എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് മനസ്സിലായി? അതായത് LHSലും RHSലും ഒരേ ആൻസർ തന്നെയാണ് വന്നത്. അപ്പൊ നമുക്ക് പിടികിട്ടി സബ്ട്രാക്ഷനിലും എന്ത് പ്രോപ്പർട്ടി പോകും? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പോകും. ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞു തരേണ്ടുള്ള കാര്യമില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതിയായിരുന്നു. എന്നാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് വരുമ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് ഓരോ പോയിന്റും കൂടി പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ 3/7 രണ്ടിടത്തും ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ ഇങ്ങ് പുറത്തെടുക്കാൻ കാരണം. അപ്പൊ ഞാൻ പുറത്തെടുക്കുകയാണ്. അപ്പൊ എന്തെന്ന് വരും? 3/7 into ഇവിടെ നോക്കിയേ, ഇനി ഇവിടെ എന്തൊക്കെ ബാലൻസ് ഉണ്ട്? 1/35 ഉണ്ട് ബാലൻസ്. ഈ 3/7 കൂടെയുള്ള മൈനസും ഉണ്ട് ബാലൻസ് ആയിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? -1/35. ആ മൈനസിനെ നമുക്ക് കളയാൻ പറ്റില്ല, കാരണം നമ്മൾ എടുത്തപ്പം 3/7 മാത്രമാണ് നമ്മൾ പുറത്തെടുത്തത്. ഈ മൈനസിനെ നമ്മൾ പുറത്തെടുത്തിട്ടില്ല. ആ മൈനസിനെ നമുക്ക് എടുത്ത് അങ്ങോട്ടും കളയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1/35 കൂടെ എടുത്ത് അങ്ങ് എഴുതി വെച്ചു. ഇനി ഇവിടെ നടുക്കത്തെ സൈൻ എന്താണ്? മൈനസ്. അടുത്തത് എന്തൊക്കെയുണ്ട്? 3/7 നമ്മൾ പുറത്തെടുത്തു. ഇവിടെ ബാലൻസ് എന്താ ഉള്ളത്? 3/5. ക്ലിയർ? അപ്പൊ ഇവിടുത്തെ പ്രോപ്പർട്ടി എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളേ. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? 3/7 into ഇവിടെ നമുക്കറിയാം അകത്ത് കിടക്കുന്നത് വേണം ചെയ്യാനെന്ന്. പക്ഷെ ഇവിടെ ഒരിടത്ത് 35ഉം ഒരിടത്ത് 5ഉം ആണ് വന്നത്. അപ്പൊ നമ്മൾ എന്ത് കാണണം? LCM കാണണം അല്ലേ? 35ന്റെയും 5ന്റെയും LCM കാണണം. അപ്പൊ 7 5 35 1 7 1 1. അപ്പൊ LCM എന്താ നമുക്ക് കിട്ടിയത്? 35. അപ്പൊ നമുക്ക് കിട്ടിയ LCMത്തിനെ ഞാൻ ഇവിടെ എടുത്ത് എഴുതി 35. ഇനി ഇവിടെ എന്തുണ്ട്? -1/35. നമുക്ക് ചേഞ്ച് ചെയ്യണോ? വേണ്ട. നമ്മുടെ LCM 35 തന്നെയാണ്. അപ്പൊ ചേഞ്ച് ചെയ്യണ്ട. അപ്പൊ നമുക്ക് -1നെ എടുത്ത് അതുപോലെ എഴുതി. ഇവിടെ നടുക്കത്തെ സൈൻ എന്താണ്? മൈനസ്. അടുത്തത് 3/5. 3/5നെ നമ്മൾ ചേഞ്ച് ചെയ്ത് മാറ്റണ്ടേ നമുക്ക്? കാരണം 5നെ നമുക്ക് നമ്മുടെ LCM ആയ 35ലോട്ട് മാറ്റണം. അപ്പൊ 3/5 നമ്മൾ എങ്ങനെ മാറ്റും? into 7. 5ന്റെ ടേബിൾസ് into 7 ആണ്. അപ്പൊ സെയിം നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെ അല്ലേ? അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിലുള്ളത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. 3 into 7. കാരണം ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടുള്ളത് 3/7 into ഇവിടെ എന്തൊക്കെയുണ്ട്?
-1 - 3 × 7 21/35. ഇനി ഇങ്ങനെ എഴുതാം നമുക്ക്. നോക്കിക്കോളൂ, 3/7 ഇൻറ്റു, ഇവിടെ രണ്ടിടവും മൈനസ് ആണ്, അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പൊ നമ്പേഴ്സ് തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ 22. പിന്നെ എന്ത് സൈൻ ഇട്ട് കൊടുക്കണം? നെഗറ്റീവ് സൈൻ. രണ്ട് നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടുള്ളത്? ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസറിൽ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. അപ്പൊ -22/35 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഈ ബ്രാക്കറ്റ് സൈൻ ഇനി മാറ്റാമല്ലോ. ബ്രാക്കറ്റ് സൈൻ എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇൻറ്റു ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ, ന്യൂമറേറ്റർ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -66. ഡിനോമിനേറ്റർ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 245. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണോ അല്ലയാണോ ചെയ്യേണ്ടുള്ളതെന്നുള്ളത് എനിക്ക് തന്ന കമന്റിൽ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നേത്. പ്രോപ്പർട്ടി യൂസ് ചെയ്യാതെ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും ഈ സെയിം ആൻസർ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ അങ്ങനെ നിങ്ങൾ ചോദിച്ച രണ്ട് കമന്റും ഞാൻ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്നും വീഡിയോ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇടാതെ കുഞ്ഞു വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ നേരെ അത് ആഡ് ചെയ്യും, വീഡിയോയുടെ ലെങ്ത്തും കൂടും. ഓക്കെ, കാരണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റില്ല. അതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഈ ഡൗട്ട്സ് ചോദിച്ച കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമന്റും ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.